ആശയപരമായി മാത്രമേ പറ്റൂ എന്ന് പറയുന്നത്. ആശയപരമായി ചിന്തനീയമായതിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കും. അതെ, അപ്പോ സംഘടനാപരമായി സമസ്തയെ ഇങ്ങോട്ട് അംഗീകരിക്കാൻ തയ്യാറില്ല. അപ്പൊ സമസ്ത ഇതിപ്പോഴത്തെ നിലപാട് വളരെ കൃത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ. സമസ്തയെ ഇങ്ങോട്ട് അംഗീകരിക്കാത്ത ഒന്നിനെ അങ്ങോട്ടും സംഘടനാപരമായി അംഗീകരിക്കാൻ സാധ്യമല്ല. അവരവരുടെ സ്വതന്ത്ര രൂപത്തിൽ പോകുന്നതിന് നമുക്ക് വിരോധമല്ല. ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസികൾ ഉണ്ടല്ലോ, അവർ പോയിക്കൊള്ളട്ടെ. പ്രകാരം രജിസ്റ്റേർഡാണ്, അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സമസ്തയുടെ നേരിട്ടുള്ള കീഴ്ഘടകമോ അല്ലെങ്കിൽ സാങ്കേതികമായി അതിൻ്റെ ഗവേണിംഗ് ബോഡിക്ക് നേരെ താഴെ വരുന്ന ഒരു സംവിധാനമല്ല, സ്വതന്ത്ര സംവിധാനം. അതെ, അത് സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, രജിസ്റ്റേർഡ് ആണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് പ്രവർത്തിക്കുന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സംഘടനാപരമായിട്ടൊരു വിധേയത്വം ഉണ്ടാകില്ല. സംഘടനാപരമായിട്ട് അതിൻ്റെ കീഴ്ഘടകമല്ലല്ലോ. SKSSF, SYS, SMF തുടങ്ങിയിട്ടുള്ള കീഴ്ഘടകങ്ങൾ കീഴിലാണ്. മറ്റു സംവിധാനങ്ങൾ സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കേണ്ടത് ആശയാദർശങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ്. കീഴിലായാലും ഞാൻ പറഞ്ഞില്ല, ഇത് ടെക്നിക്കൽ നിയമപ്രശ്നമാണ്. ഇപ്പൊ ഇത് നിയമപരമല്ല, ധാർമ്മികമായി ഉള്ളിലെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സമസ്ത ഒരു പണ്ഡിത സഭയാണ്. ആ പണ്ഡിത സഭയെ അംഗീകരിക്കുന്നുണ്ടല്ലോ, അംഗീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ പണ്ഡിത സഭയുടെ തീരുമാനങ്ങൾക്ക് വിധേയമായി CIC പ്രവർത്തിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല, അവർക്ക് ആവശ്യപ്പെടാവുന്നതാണ്. പക്ഷേ ഇവിടെ നിലവിൽ പട്ടിക്കാട് ജാമിയ നൂരിയ, കാരണം അതിൻ്റെ മാനേജിങ് കമ്മിറ്റി സമസ്ത നേരിട്ടാണ്. വേറൊരു സ്ഥാപനങ്ങളുണ്ടല്ലോ, പൊട്ടച്ചിറ കോളേജ് ഉണ്ട്, പിന്നെ നന്ദി ദാറുസലാമുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ, ലക്ഷക്കണക്കിന് ഒരു 10,000-12,000 മദ്രസകളുണ്ട്. ഈ മദ്രസകളൊക്കെ അതിന് മാനേജിങ് കമ്മിറ്റി ഉണ്ടോ ഇല്ലേ? അവിടെ നിയമനം നടത്തുന്നതും പിന്നെ പിരിച്ചുവിടുന്നതും ശമ്പളം കൊടുക്കുന്നതും ആരാണ്? അതുപോലെ ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന നിലക്ക് സൊസൈറ്റീസ് ആക്ട് പ്രകാരം നടത്തിയിട്ടുള്ള രജിസ്ട്രേഷൻ പിൻവലിക്കണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അത് സാധ്യമല്ല. ഞാൻ ഇന്നലെ മീഡിയക്കാരോട് പറഞ്ഞല്ലോ, അതായത് രണ്ട് കാര്യം സാധ്യമല്ല. ഒന്ന്, രാജ്യത്തെ ചർച്ച ചെയ്താൽ ആദ്യത്തെ കാര്യം സാധ്യമല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അക്കാദമിക് ആയിട്ടുള്ള സിലബസുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം നടത്തണം. അതും അതിൻ്റെ ഉത്തരമായി കൊടുത്തിരിക്കുന്നത് ആശയാദർശങ്ങൾക്ക് വിധേയമായും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ CIC കോളേജുകളിൽ പഠിക്കുന്ന അക്കാദമിക് ആയിട്ടുള്ള സിലബസുകൾക്ക് സമസ്തയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ അതിൻ്റെ അർത്ഥം. സമസ്തയുടെ ആശയാദർശങ്ങൾക്ക് അനുസരിച്ച്, സമസ്തയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരൊരു ഇൻസ്പെക്ഷൻ സമിതിയെ നിയോഗിക്കുകയാണെങ്കിൽ അവരായിട്ട് സഹകരിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു സംവിധാനം എങ്ങനെ അതിന് കീഴിലല്ല എന്ന് പറയാം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ആശയാദർശത്തിന്റെ പുറമെ എന്താ വേണ്ടത്? സംഘടനാപരമായിട്ട് ഇപ്പോൾ സംഘടനാപരയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുകയാണ് സിലബസ് ഇന്നത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അത് ഉൾപ്പെടുത്താൻ CICക്ക് ബാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളത് അദ്ദേഹം പറയാൻ പാടില്ലല്ലോ. മുഷാവറയല്ലേ പറയേണ്ടത്. മുഷാവറ പറഞ്ഞാൽ കേൾക്കുമല്ലോ, കേൾക്കും. പിന്നെന്താ സമസ്തയുടെ മുഷാവറ? അതായത് ആശയാദർശ കാര്യങ്ങൾ സമസ്ത മുഷാവറ യോഗം ചേർന്ന് ഇത് സുന്നി ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ തിരുത്തിയിരിക്കും. അക്കാദമിക് സിലബസ് നിശ്ചയിക്കുന്നതിൽ മുഷാവറയ്ക്ക് ഒരു പങ്കുണ്ട്. നിങ്ങൾ സിലബസ് നിശ്ചയിക്കുന്നതിൽ എന്ന് പറയേണ്ട കാര്യമില്ല ഇതില്. ഈ സിലബസ് നിശ്ചയിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് മദ്രസകൾ കോളേജുകളും സംവിധാനങ്ങളും നടക്കുന്നുണ്ട്. അവിടെയൊക്കെ സിലബസ് നിശ്ചയിക്കുന്നത് സമസ്ത നേരിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ജാമിയ നൂരിയ ഈ സംവിധാനം തന്നെ ഈ തർക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തർക്കമില്ല, അവർ ഞങ്ങൾ പറയുന്നത് പോലെ നടക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണല്ലോ നടന്നിരുന്നത്. അങ്ങനെയാണെങ്കിൽ ജാമിയ നൂരിയുടെ സിലബസ്, ദാറുൽ ഹുദയുടെ സിലബസ്, നന്ദി ദാറുസലാമിൻ്റെ സിലബസ്, പൊട്ടച്ചറ അൻവരിയുടെ സിലബസ്, CICയുടെ സിലബസ് വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഈ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുന്നതിന് വിരുദ്ധമല്ല ഈ പറയുന്നത്. ഈ സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ തീരുമാനിക്കുന്നതിലും ഈ പറഞ്ഞ പോലെ സമസ്തയുടെ മുഷാവറയ്ക്കുള്ളൊരു തീരുമാനത്തെ അതും അംഗീകരിച്ചിട്ടില്ലല്ലോ. സെനറ്റ് സിൻഡിക്കേറ്റ് തീരുമാനിക്കുന്നത് 1860 ആക്ട് പ്രകാരം മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് സംവിധാന ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി അല്ലാതെ സമസ്ത നിർദ്ദേശിച്ചാൽ ആ ആളെ സെനറ്റിൽ അംഗത്വം എടുക്കാൻ അല്ലെങ്കിൽ അത് സെനറ്റ് മെമ്പർമാർ ചെയ്യേണ്ടതാണ്. സംവിധാനം എന്ന നിലക്ക് ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പിന്നെ NGOയിലോ മറ്റോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ജനറൽ ബോഡി അല്ലേ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. നേരെ മറിച്ച് ഇപ്പോൾ സമസ്ത പറയുകയാണ് ഇന്ന ആളെ ഉൾപ്പെടുത്തണം, സ്വാഭാവികമായിട്ട് മെമ്പർമാർ പറയാണ് സംസ്ഥയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ഉൾപ്പെടുത്തും. ആ ജനറൽ ബോഡി മെമ്പർമാരുടെ അവകാശമല്ലേ. സമസ്ത